പ്രിയ സുഹൃത്തുക്കളെ, സായാഹ്ന വേളയിൽ സഹൃദരായ നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ദൈവികമായിരിക്കുന്ന ഒരു സന്ദേശം നിങ്ങളുടെ കർണപുടങ്ങളിൽ അലയടിച്ചു കൊണ്ടിരുന്നു. ശബ്ദായമാനമായ ഈ അന്തരീക്ഷം, വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നു. പലവിധ ആശകളോടും അഭിലാഷങ്ങളോടും ജീവിതത്തിൽ സന്തോഷം അനുഭവിപ്പാൻ പരക്കം പായുന്ന ഒരു വിശേഷ ജന്തുവാണ് മനുഷ്യൻ. മൃഗങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സവിശേഷ വസ്തുതയാണ് ആസ്വാദന ശേഷി. എന്ത് കണ്ടാലും അതിനെ വിലയിരുത്തുവാനും അതിനെ സംബന്ധിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും ഗവേഷണങ്ങൾ നടത്തുവാൻ പോലും നമ്മൾ സദാ സജ്ജരാണ്. അങ്ങനെ മനുഷ്യൻ ചിന്തിച്ചതിന്റെയും പഠിച്ചതിന്റെയും പ്രാപിച്ചതിന്റെയും അടിസ്ഥാനത്തിലാണ് നാം ഇന്നത്തെ ഈ പുതിയ ലോകത്തിൽ ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കരകളിൽ താരാട്ടിയും പാലൂട്ടിയും നാം വളർത്തിക്കൊണ്ടുവരികയാണ്. അവരെ നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ പള്ളിക്കൂടങ്ങളിൽ അയക്കും. പിന്നെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ലോകത്തിലേക്കാണ് നാം അവരെ തള്ളിവിടുന്നത്. നമ്മളുടെ പണവും നമ്മളുടെ അധ്വാനവും അതിന്റെ പിന്നിൽ ധാരാളമാണ്. അവർക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. അവരെ നമ്മെക്കാളും ശ്രേഷ്ഠരാക്കി തീർക്കണമെന്നുള്ളതാണ് മാതാവിന്റെയും പിതാവിന്റെയും താല്പര്യം. അല്ല എന്ന് പറയുവാൻ എന്നെ കേൾക്കുന്ന ആർക്കും സാധ്യമല്ല. നമുക്ക് മാതാവും പിതാവും ഉണ്ടായിരുന്നത് കൊണ്ടാണ് നാം ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അവരുടെ നെഞ്ചുണർത്തുന്ന ചൂട്, ചെങ്കിൽ ഊറി വരുന്ന നല്ല തണുത്ത പാല്, ഇതൊക്കെയും കുടിച്ച് അവരുടെ പരിരാവനയിൽ ഇതുവരെ എത്തിയ നാം എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് ചിന്തിക്കുവാൻ ഇന്നത്തെ ലോകത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് നഗ്ന സത്യമാണ്. എന്താണ് അതിന് കാരണമെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇതൊരു പരിഷ്കൃത ലോകമാണ്. അവനെ പഠിച്ച് പാസാക്കി അവന് വേണ്ടി കാത്തിരുന്ന് ഉറക്കളച്ച് അവനെ പരിപാലിച്ചിട്ട് അവന് വേണ്ടതെല്ലാം നൽകുവാൻ വേണ്ടി അവന്റെ ജീവനെ പോലും ആഹൂതി ചെയ്ത ശേഷം അവന്റെ കരങ്ങൾ കൊണ്ട് ഒരു തുള്ളി വെള്ളം ഇറക്കി ചാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പിടയുന്ന നിരവധി മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു ദുര്യോഗമാണ് അത് ലഭിക്കാതെ പോയാൽ ഒരു മാതാവിനും പിതാവിനും ഉണ്ടാകുന്നത്. നിർദാക്ഷിണ്യമല്ലേ മാതാവിനെയും പിതാവിനെയൊക്കെ മക്കൾ കൊന്നു തള്ളുന്നത്. ഞങ്ങളുടെ അടുത്ത ഒരു മാതാവിനെയും പിതാവിനെയും നിഷ്കാരുണ്യ മനുഷ്യൻ, ഒരു യൗവനക്കാരൻ കൊന്നു കളഞ്ഞു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മദ്യപാനം. അവൻ ലഹരി മൂത്ത് കഴിഞ്ഞാൽ അവനെ കുറിച്ച് യാതൊരു ആശയ്ക്കും പിന്നെ വകയില്ല. എനിക്ക് വളരണം, എനിക്ക് പിളരണം, ഇതാണ് അവന്റെ ആഗ്രഹം. പണ്ട് മാണി പറഞ്ഞതുപോലെ വളരുന്തോറും പിളരും, പിളരും തോറും വളരുന്ന ഒരു ജീവിതമാണ്. മനുഷ്യൻ ഇന്ന് തന്നെ പിളരുകയാണ്. അവനൊരു അഭിപ്രായ സമന്വയമില്ല, സ്നേഹമില്ല, സന്തോഷമില്ല. അവസരം കിട്ടുമ്പോൾ അവൻ പാരവയ്ക്കും, കാലുവാരും. ഏത് മണ്ഡലത്തിൽ നോക്കിയാലും മനുഷ്യൻ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചുക്കാനില്ലാത്ത, കപ്പിത്താനില്ലാത്ത ഒരു കപ്പല് പോലെ അവൻ ഒടുവിൽ തകരുകയാണ്, തകർന്നടിയുകയാണ്. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് പേരുകെട്ട ടൈറ്റാനിക് കപ്പൽ, ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ആ പാഠങ്ങളൊന്നും അറിയില്ല. വായിച്ചു പഠിച്ചാലേ നമുക്ക് ചരിത്രം വായിക്കണം നാം ഓരോരുത്തരും.
മധ്യധരണിയാഴിയിൽ കൂടെ സംഭവിക്കുമ്പോൾ ലാബ്രഡോറിൽ നിന്ന് ഒരു ഐസ് കട്ട ഒഴുകി വന്നിട്ട് കപ്പലിന്റെ അടിവാരത്തെ ഇടിച്ചു തകർത്ത് കളഞ്ഞു. പെട്ടെന്ന് ഒരു ഐസ് കട്ട മുട്ടിയെന്ന കാരണത്താൽ ടൈറ്റാനിക്കിന്റെ താഴെത്തടക്ക് പൊട്ടിപ്പോയി. ഉടലായി അവിടെ ഒരു സന്ദേശം ഇങ്ങനെ പുറപ്പെട്ടു: സേവ് അവർ സോൾസ്, ഞങ്ങളുടെ ആത്മാക്കളെ എന്നല്ലാതെ അർത്ഥം ഞങ്ങളെ, ഞങ്ങളുടെ ദേഹികളെ രക്ഷിക്കണമേ എന്ന്. ഇവിടെ ഈ ഒരു കരച്ചില് ഏത് സന്ദർഭത്തിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നല്ല, നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം സേവ് അവർ സോൾ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളുടെ ജീവനെ രക്ഷിക്കണേ, അത് മടക്കി തരണമേ എന്ന് കോടാനുകോടികൾ ഓരോ ദിവസവും നിലവിളിക്കുന്ന നിലവിളി നാം കേട്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ ബെൽറ്റങ്കാടിയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിനടുത്ത് ഈ നാളുകളിൽ JCBയുടെ ഇരുമ്പ് കരം മാന്തിയെടുത്ത ധർമ്മസ്ഥലയിലെ തലയോട്ടികൾ, കൗമാരപ്രായമുള്ള തരുണീമണികളുടെ തലയോട്ടികൾ കണ്ട് ഇന്ത്യ രാജ്യം വിറങ്ങലിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഡെയിലിയുള്ള, ദിവസം തോറുമുള്ള ചൂടുവാർത്തയായിട്ടാണ് നാം വായിക്കുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ ആരുമില്ല, ഇതിനെക്കുറിച്ച് തിരയുവാനോ. ഈ ദുരാചാരത്തിൽ നിന്ന് പണ്ടുകാലത്ത് കേരളത്തിലും ഇന്നും ഉണ്ടെന്നാ പറയുന്നത്. രാജസ്ഥാനിലും മറ്റും ഉണ്ടായിരുന്ന സതി സമ്പ്രദായം മാറിയിട്ടില്ല പ്രിയരെ. ലൂക്ക് അൻവാർ എന്ന് പറഞ്ഞൊരു കോളേജ് കുമാരി, ദേവലാല എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്നു. ലൂക്ക് അൻവാർ നമ്മുടെ ചരിത്രത്തിലുണ്ട്, ഗൂഗിൾ വായിക്കുന്നവർക്ക് അറിയാം. ഇവിടെ വില്യം ബെന്റിക് പ്രഭു എന്ന് വരുന്ന കാലഘട്ടങ്ങളിൽ സഹോദരിമാരായ സ്ത്രീകളെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ചിതയിലിട്ട് ചുട്ടിക്കരിക്കും. അവരെ സംബന്ധിച്ചൊരു വാർത്ത കേട്ട് നിങ്ങൾ ചിരിക്കരുത്. ഭർത്താവ് മരിച്ചാൽ ഒരു സതി ഉണ്ടാകും രാജസ്ഥാനിൽ. അങ്ങനെ ഒരു സതി ഉണ്ടായാൽ ആ രാജ്യത്തിന് അത് ഐശ്വര്യമാണ്, ഭാഗ്യമാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കൂട്ടം മണ്ടന്മാര് ജീവിച്ചിരുന്ന നാടാണ് രാജസ്ഥാൻ, ഒറീസ മുതലായ സ്ഥലങ്ങൾ. കാരണം ഭർത്താവിന്റെ ചിതയിൽ തന്നെ ഈ തരുണീമണിയെ കത്തിക്കരിച്ച് ചാമ്പലാക്കുന്നതോടുകൂടി ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. ഈശ്വരൻ അവരെ കടാക്ഷിച്ചു എന്നാണ് അവർ ധരിച്ചിരുന്നത്. പിന്നീട് ഭൂകമ്പം അവിടെ ഉണ്ടാകുകയില്ല, അവരുടെ ദേശത്ത് കീടബാധകൾ ഉണ്ടായി, വിളവുകൾ നശിക്കുകയില്ല, കാലാവസ്ഥ ദോഷങ്ങൾ ഉണ്ടാകുകയില്ല, അവരുടെ വിളവ് വർദ്ധിക്കും. പെരിച്ചാഴിയും മറ്റ് ദുഷ്ടജന്തുക്കളോട് കൃഷിയെ നശിപ്പിക്കുകയില്ല എന്നൊക്കെയുള്ള വിശ്വാസം ഇവരിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭവനത്തിൽ ഒരു ഭർത്താവ് മരിച്ചു, 20 വയസ്സുള്ള ഭാര്യ, അവളുടെ പേരാണ് സതി. ആ ദേശം ഘോഷിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ സഹോദരിയെ ഉണ്ടല്ലോ ഭംഗ എന്ന് പറയുന്ന ഒരു ദ്രാവകം, ഒരു ലഹരി കുടിപ്പിച്ചിട്ട് ഇവളെ സുന്ദരിയാക്കി തീർക്കും, സുന്ദരിയാക്കും. നല്ല നല്ല വസ്ത്രങ്ങൾ, മാലകൾ, കിരീടങ്ങളെല്ലാം ഇവളെ ധരിപ്പിച്ചുകൊണ്ട് ഒരു രാജകുമാരി എന്ന കണക്കെ ഇവളെ പൊക്കിക്കൊണ്ടൊന്നൊരു രഥത്തിലിരുത്തും. ബാൻഡിമേളങ്ങളും തമ്പേറുകളും വെടി പടക്കങ്ങളുമായിട്ട് നേരെയുള്ള ഘോഷയാത്രയായി ശുദ്ധീകരിക്കാനായിട്ട് അങ്ങ് അവിടെ ജീവിച്ചിരുന്ന തന്ത്രിമാരുടെയും മന്ത്രവാദികളുടെയും നേതൃത്വത്തിൽ ഒരു ഘോഷയാത്രയായി ഇവളെ കൊണ്ടുപോകും. ഭർത്താവിന്റെ ചിത
അഗ്നികുണ്ഡത്തിലേക്ക് വെച്ച് കൊടുക്കും. അഗ്നിനാളങ്ങൾ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ വിറക് കരിക്കുന്നത് പോലെ സുന്ദരിയായ ഈ സഹോദരിയെ കത്തിച്ച് കരിയും ചാമ്പലുമാക്കി തീർക്കുന്നത് കാണാൻ സാധിക്കും. ഈശ്വരാനുഗ്രഹത്തിനു വേണ്ടി നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഈ ദുരാചാരം ഈശ്വരന്റെ പേരിലാണെങ്കിൽ ആ ഈശ്വരനെ നമുക്ക് വേണ്ട എന്ന് ഒരു മഹാകവി പറഞ്ഞു. ധനികന്റെ കുമാരന് നെയ്യും പാലും പാവപ്പെട്ടവന് തുപ്പലും കൊടുത്ത് പോറ്റുന്ന ഈ സമ്പ്രദായം ഞങ്ങൾക്ക് വേണ്ട എന്നവർ നിലവിളിച്ചപ്പോൾ എന്ത് ചെയ്തു? മുപ്പല്ലി കൊണ്ട് പൊന്നോമന മുഖം അഗ്നിയിലേക്ക് കൂട്ടി താഴ്ത്തിക്കളഞ്ഞു. പ്രിയരെ, ഇതാണ് സതി. ആ സ്ത്രീ നിലവിളിക്കോടെ കിടന്ന് സേവ് മൈ സോൾ. ടൈറ്റാനിക് കപ്പലിൽ ആയിരക്കണക്കിന് ജീവിതങ്ങളാണ് സേവ് അവർ സോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീര സന്ദേശം അയച്ചത്. പ്രിയപ്പെട്ട കേൾവിക്കാരെ, നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുകയോ? എന്തുകൊണ്ടാണ് മനുഷ്യന് ഇങ്ങനെ ഒരു രക്ഷ ആവശ്യമായിരിക്കുന്നത്? അതിന്റെ ആവശ്യം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും കൊണ്ട് ജീവിതത്തിന് അപകടം വരുന്ന സമയത്താണ് മനുഷ്യൻ ഇങ്ങനെ നിലവിളിക്കുന്നത്. ബൈബിൾ പറയുന്നു, മനുഷ്യൻ ഇങ്ങനെ അധപ്പതിക്കുവാനും അവന്റെ ദേഹിയെ അല്ലെങ്കിൽ അവനെ തന്നെ നഷ്ടപ്പെടുത്തുവാനും കാരണം അവൻ പാപം ചെയ്തു എന്നതുകൊണ്ട് മാത്രമാണ്. ബൈബിൾ പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ കടന്നു. എന്താണ് മനുഷ്യൻ ചെയ്ത പാപമെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള സമയമേ ഉള്ളൂ. എല്ലാവരും പാപികളാണ്. പ്രിയപ്പെട്ടവരെ, പാപം എന്താണെന്ന് ഇന്നും പാതിരിമാർക്കറിയാൻ പാടില്ല. നമ്മെ പഠിപ്പിക്കുന്ന വൈദികന്മാർക്ക് പാപം എന്താണെന്ന് പറയുവാൻ കഴിയുകയില്ല. കാരണം അവർ സ്ഥിരം ചെയ്യുന്ന ജോലിയാണ് പാപം. നമ്മുടെ അമ്പലങ്ങളിലും പള്ളികളിലും പട്ടക്കാരിലും പാസ്റ്റർമാരിലും ഒക്കെ പരിശോധിച്ചാൽ പാപത്തിന്റെ അന്തരാളങ്ങളിലാണ് അറിയാതെ അവർ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്താണ് പാപമെന്ന് ഞാൻ പറയാം. മഹാനായ ദാവീദ് രാജാവ് ഇസ്രായേലിന്റെ മധുര ഗായകനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഒഴിവായി, പാപത്തിലേക്ക് അമ്മയെന്നെ ഗർഭം ധരിച്ചു. ദാവീദിന്റെ ദുഃഖമാണ്. ദാവീദിനെ ബൈബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ മധുര ഗായകൻ, ദ ബ്യൂട്ടിഫുൾ സിംഗർ ഓഫ് ഇസ്രായേൽ. പക്ഷേ അദ്ദേഹം പറയുന്നു, ഞാൻ അകൃത്യത്തിൽ പാപത്തിലൊരുവായി, മ്ലേച്ഛതയിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇതിനെ പിന്താങ്ങിക്കൊണ്ട് പൗലോസ്ലീഹ പറയുന്ന ആ താത്വികൻ മനുഷ്യന്റെ മുന്നിൽ വയ്ക്കുന്ന ഒരു പ്രമേയമുണ്ട്. അതിങ്ങനെയാണ്, പ്രകൃതിയാൽ നാം എല്ലാവരും കോപത്തിന്റെ മക്കൾ. മനുഷ്യനെ കുറിച്ച് ഇനി പഠിച്ചു തീർക്കാനൊന്നുമില്ല. അവന്റെ രത്ന ചുരുക്കം ദൈവത്തിന്റെ ആത്മാവ് തന്നെ രണ്ട് പണ്ഡിതന്മാരിൽ കൂടി, താത്വികന്മാരിൽ കൂടി, 10 ശിരോമണികളിൽ കൂടി പ്രസ്താവിച്ചിരിക്കുകയാണ്. ഒരാൾ പറയുന്നു, ദാവീദ് രാജാവ്, ഇതാ ഞാൻ അകൃത്യത്തിലൊരുവായി, പാപത്തിൽ എന്റെ അമ്മയെന്നെ ഗർഭം ധരിച്ചു. പൗലോസ് പറയുന്നു, പ്രകൃതിയാൽ ബൈ നേച്ചർ നമ്മെല്ലാവരും പാപത്തിന്റെ സന്താനങ്ങളാണെന്ന്. ഇതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യനെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്നവർ, അവന്റെ ജീവിതത്തെ കുറിച്ച് ഒത്തിരി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്.
വില്യം ഷേക്സ്പിയർ ഇങ്ങനെ പറഞ്ഞു, ലൈഫ് ഈസ് എ സ്റ്റോറി ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈങ് നത്തിങ്. അതാണ് ജീവിതമെന്ന്. ജീവിതത്തെ കുറിച്ച് ഒരുപാട് പേര് പലതും പറഞ്ഞു. എന്നാൽ ദൈവഭക്തന്മാർ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ അടിവരയിൽ നിൽക്കേണ്ടത്. അതിലൊരു രാജാവും, അപ്പോൾ തന്നെ അദ്ദേഹം ഭക്തനായിരുന്നു, ഇസ്രായേലിനെ ഭരിച്ച ഒരു ഭക്തൻ, സെയിന്റ് പോൾ എന്നറിയപ്പെടുന്ന വിശ്വവിഖ്യാതനായ അപ്പോസ്തലൻ. അദ്ദേഹം പറയുന്നു, കോപത്തിന്റെ മക്കളാണ് നാമങ്ങൾ. അപ്പോൾ 10 ഗുണം 10 ഗുണം ജന്മനാ ജായതയെ ശൂദ്ര എന്ന് വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ കാണാം. ജന്മം കൊണ്ട് നാം എല്ലാം പാപികളാണെന്നുള്ളത് പരക്കെ സമ്മതമുള്ള കാര്യമാണ്. അത് നമ്മുടെ ജീവിത ഫലങ്ങൾ നോക്കിയാൽ പോലെ ഒരുത്തനെ കാത്തിരുന്ന് കുത്തിക്കൊല്ലുന്നു, ഒരുത്തന്റെ അടിയിൽ കൂടെ പാര വെക്കുന്നു, വിഷം കൊടുക്കുന്നു, ഭാര്യ ഭർത്താവിനെ സംശയിച്ചിട്ട് അവളെ ഒറ്റക്കുത്തിന് കൊല്ലുന്നു. ഇതിന്റെയൊക്കെ ലിസ്റ്റ് ഞാനിവിടെ വർദ്ധിപ്പിച്ചാൽ നാണക്കേട് കൊണ്ട് ഞാനത് നിർത്തുന്നു. പ്രിയരെ, മനുഷ്യൻ പാപിയാണ്. എങ്ങനെ പാപിയായി? അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദൈവം മനുഷ്യനെ പാപിയായിട്ട് സൃഷ്ടിച്ചില്ല. ദൈവം ആശകളോടും അഭിലാഷങ്ങളോടും പലവിധമായ പദ്ധതികളും അവനിലൂടെ നിവർത്തിക്കുവാൻ വേണ്ടി സർവോപരി നാം വസിക്കുന്ന ഈ ഭൂമിയിൽ അതിനെ ഭരിച്ച് പരിപാലിക്കാൻ ഒരു മഹാരാജാവിനെ തന്നെ ദൈവമായ ദൈവം സൃഷ്ടിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ ആധികാരികമായി പ്രസ്താവിക്കുന്നുണ്ട്. God formed the man of the dust of the ground and breathed into his nostrils the breath of life. Man became a living soul. ഒരു പരിണാമവാദികൾക്കും ഒരു താത്വികന്മാർക്കും എതിർക്കുവാൻ കഴിയാത്തൊരു പ്രസ്താവന മനുഷ്യനെ സംബന്ധിച്ച് ബൈബിൾ പറഞ്ഞാൽ അതിന് കടുകിട വ്യത്യാസം വരികയില്ല. നാം എല്ലാവരും ഈശ്വരന്റെ കരാമൂലികളാൽ വിരചിതമായ വിശേഷിക്കപ്പെട്ട സൃഷ്ടിയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവനെ സൃഷ്ടിച്ച ശേഷം, മനുഷ്യ സൃഷ്ടി കഴിഞ്ഞ ശേഷം ദൈവം ഏതിനെ വരെയാക്കി? മനോഹരമായിരിക്കുന്ന ഒരു പൂന്തോട്ടത്തിലാണ് അവരെ ആക്കിയത്. നമ്മൾ ധാരാളം തോട്ടങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഗ്രന്ഥങ്ങളാണ് വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കൊണ്ട് കാണുന്നത്. നന്ദനം, ചൈത്രരഥം ഇത്യാദി പുരാണങ്ങൾ പറയുന്ന ആ മനോഹരമായ തോട്ടങ്ങളെക്കാൾ വളരെ മനോഹരമായിരുന്നു ഏദൻ തോട്ടം. ഭീമസേനന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭീമസേനൻ ഗന്ധനമാദിത്യ, ഭീമസേനൻ ഗന്ധമാതനാദിത്യക ഭൂമി തന്നിൽ തഥാ നോക്കും ദശാന്തരേ കോമളം നല്ല കദളി മഹാവനം. അങ്ങനെ കാണുകയാണ്. മെച്ചത്തിൽ നന്നായി പഴുത്ത ഫലങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കൊടുത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ച മട്ടില വാഴയ്ക്ക് ചുറ്റും പ്രകാശമുണ്ടെപ്പോഴും. മനോഹരമായ തോട്ടം. ഇതുപോലൊരു തോട്ടമായിരുന്നു ദൈവം അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് അവിടെ പാർത്തു. സുഖമായ ജീവിതം ഭക്ഷിക്കാൻ വളരെ ഉണ്ടവർക്ക്. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറിയും ആപ്പിൾ വൃക്ഷവും ഇവ ദൃഷ്ടിക്ക് രമ്യങ്ങളും ഭക്ഷണങ്ങളുമായ വൃക്ഷകുൽമാദികളാൽ അക്ഷയമായ കാന്തി വിലസുന്ന ആരാമത്തിൽ പാർക്കുകയാണ് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും. കേൾക്കണേ, അങ്ങനെ ഒരു പാർത്തുകൊണ്ടിരുന്ന സമയത്ത് ആദം ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. ആദവനെയാണല്ലോ ആദ്യം സൃഷ്ടിച്ചത്. എന്നാൽ അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. മനുഷ്യൻ കൂട്ടായ്മ ഇഷ്ടപ്പെടുന്ന ജീവിയാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, അവന് ഞാൻ തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. ഇത് ലോക ചരിത്രത്തിൽ നടന്ന ആദാമ്യ ഹിസ്റ്ററി ഞാൻ പറയുകയാണ്. ഞാൻ വെറുതെ പറയുമ്പോൾ നിങ്ങളത് തള്ളിക്കളയരുത്. ആധികാരികമായ ദൈവം നമുക്ക് തന്ന ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം, പരിശുദ്ധ ഖുർആൻ, ഇതിനകത്തൊക്കെ വായിച്ചാൽ കാണുന്ന സത്യങ്ങൾ ഞാൻ രത്നച്ചുരുക്കമായി നിങ്ങളുടെ മുന്നിൽ ഇട്ടു തരുമ്പോൾ
നിങ്ങൾ പന്നികളുടെ മുൻപിൽ മുട്ടിട്ട അവസ്ഥയിൽ അങ്ങ് തള്ളിക്കളയരുത് എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ദൈവം തമ്പുരാൻ തനിയെ ഇരിക്കുന്ന ആദത്തിന് ഒരു തക്ക തുണ വേണ്ടിയിട്ട് അവനെ ഗാഠമായൊരു നിദ്ര കൊടുത്തിട്ട് അവനെ ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. അവനെ അനസ്തീസ്യ കൊടുത്ത് മയക്കി കിടത്തിയിട്ട് അവന്റെ വാരിയള്ളികളിൽ നിന്നൊരെണ്ണം ഹോയായ ദൈവം തന്റെ കരാങ്കുലികൾ കൊണ്ട് വലിച്ചൂരിയെടുത്തിട്ട് വാരിയെല്ലെടുത്ത ഭാഗത്ത് മാംസം പിടിപ്പിച്ചു. താൻ ഊരിയെടുത്ത വാരിയെല്ലിന്റെ ഒരു നാരിയാക്കി ആദമിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊടുത്തു. അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ആദമിനെ ഈശ്വരൻ തട്ടി വിളിച്ചു. ആദമേ, ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദമന്ദം തുറക്കും നേരം ദിവ്യയാമൊരു നാരീരത്നം തനിക്ക് മുന്നിലായി നിൽക്കുന്നു. വിവാദത്തിൽ കനൽക്ക് നേരായി കിഴക്കുതിച്ച ഭാര്യ പോലെ നക്ഷത്ര തുല്യമായി ശോഭിക്കുന്ന ഈ പെൺകൊടിയെ കണ്ടപ്പോൾ ചുരുക്കി പറയട്ടെ, ഹാരം ആരിളകിപ്പോയി. പക്ഷേ ഇബ്ലീസ് അവസരം മുതലെടുത്ത് അവനിൽ പ്രവേശിക്കുകയാണ്. തോട്ടത്തിലെ സുഖവാസത്തിനും ഐശ്വര്യത്തിനും കാരണമായി 2 നിയമങ്ങൾ ദൈവർക്ക് കൊടുത്തിരുന്നു. തോട്ടത്തിന്റെ നടുവിൽ 2 ഒറ്റമൂലി ഔഷധങ്ങൾ നിന്നിരുന്നു. അവർക്കെല്ലാം ഉണ്ട് കേട്ടോ, തിന്നാനും കുടിക്കാനും താഴെ. എന്നാൽ അവരുടെ ജീവസന്ധാരണത്തിനും നിത്യജീവൻ മരിക്കാതെ ഇരിക്കണം മനുഷ്യൻ, അതിനുവേണ്ടി നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ വൃക്ഷവും ദൈവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ജീവന്റെ വൃക്ഷത്തിൽ നിങ്ങൾ ഇഷ്ടം പോലെ ഭക്ഷിക്കൂ. ഒരു ദിവസം 1, 2, 3 പ്രാവശ്യം പറിച്ച് ഭക്ഷിച്ചുകൊള്ളൂ. എന്നാൽ ഈ അടുത്ത് നിൽക്കുന്ന വൃക്ഷം കണ്ടോ, അത് വിഷമാണ്. സർപ്പവിഷം ചീറ്റുന്ന ഒരു വലിയ വിപത്ത് അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈശ്വരൻ തന്നെ. അതുകൊണ്ട് നിങ്ങൾ അടുക്കരുത്, ചിമുക്കരുത്, അത് പറിച്ച് ഭക്ഷിക്കരുത് എന്ന് കല്ലേ പിളർക്കുന്ന ഒരു കൽപ്പന കൊടുത്തിട്ടു ഈശ്വരൻ മാറി. അങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് ഇബ്ലീസിന് ഇതിൽ വലിയ അസൂയയുണ്ടായത്. അതൊക്കെ വലിയ വിസ്താരമായ വിഷയങ്ങൾ, ഞാൻ ചുരുക്കി പറയട്ടെ. തന്നെ കണ്ണൊന്നു പൊട്ടിയെന്നാലും അന്യന്റെ കണ്ണുകൾ രണ്ടും പൊടിപ്പാൻ ഇച്ഛിച്ചിടുന്നൊരു അസൂയയ്ക്ക് പാർത്താൽ അച്ചട്ടതായ മരുന്നില്ല ഓർത്താൽ എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ ഭയങ്കര കുശുംബന്മാരാണ്. മനുഷ്യനെ പോലെ ഇത്ര കുശുമ്പ് പിടിച്ച ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, ഒരു ജീവി, ഒട്ടനാൾ സ്നേഹിക്ക, പിന്നെ നിന്ദിക്കുക, വിട്ടുവിട്ട ഉൾസ്ഥിതി ഭിന്നമാകാം. ഒരിക്കൽ നമ്മുടെ മാണിയെ നയനാര് വിളിച്ചു, മാണി, നീ യൂറയേക്കാൾ ഭയങ്കരനാണ്. കൂടെ നടന്നിട്ട് കാലുവാരുന്ന സ്വഭാവമാണ് മനുഷ്യർക്ക്. ഒരു 2 സുരകന്മാര്, 2 പട്ടികൾ ഒന്നിച്ചു പോയാൽ അവര് ഒന്ന് ചെറുതായിട്ടൊന്ന് കടികൂടിയാലും പിന്നെ അവര് തമ്മിൽ സ്നേഹിക്കും. മനുഷ്യൻ അങ്ങനെയല്ല. അസൂയ മൂത്തുപോയാൽ അവൻ ചെകിട്ടത്ത് വെച്ചിട്ട് അവസരം കിട്ടുമ്പോൾ അവനെ ഇല്ലായ്മ ചെയ്തു കളയും. ഇതാണ് പിശാച് മനുഷ്യ ഹൃദയത്തിൽ വിതച്ച ഏറ്റവും അപകടകരമായൊരു വിത്ത്. അങ്ങനെ ഇവരുടെ സുഖസുഷുപ്തിയിൽ ആദിയും വ്യാധിയും അസൂയയും കൊണ്ട ഇബ്ലീസ് ഈ സ്ത്രീയുടെ അടുക്കൽ ചെന്നിട്ട് അവളുടെ സ്വസ്ഥ ജീവിതത്തിന് ഭംഗം വരുത്തുവാൻ, അവളെ തകർത്ത് താലടിയാക്കുവാൻ ഒരു കൗശലം പ്രയോഗിച്ചു. ഈ തോട്ടത്തിൽ നിൽക്കുന്ന ഈ വൃക്ഷം കണ്ടല്ലോ, നീ അതിൽ നിന്നും തുടരുത്, ഭക്ഷിക്കരുത്, അടുക്കരുത് എന്നൊക്കെയും നിന്നെ ഈശ്വരൻ വിലക്കിയല്ലോ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? നീ ഈശ്വരനെ പോലെയാകുമെന്ന് ഈശ്വരൻ അറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഈശ്വരൻ അത് ഇഷ്ടപ്പെടുന്നില്ല. നോക്കണേ പ്രിയരെ, ഇതുപോലെ എന്ത് തന്ത്രങ്ങളാണ് ഒരു മാതാവും പിതാവും അല്ലെങ്കിൽ അമ്മയും മകനും മക്കളും തമ്മിൽ അകലാൻ ഈ ലോകത്ത് വെച്ച് പിശാച് മനുഷ്യനെ കൊണ്ട് ആരാധിപ്പിക്കുന്നത്. നമ്മുടെ ഭരണതലത്തിലായാലും വിദ്യാമണ്ഡലങ്ങളിലായാലും പള്ളിക്കൂടങ്ങളിലായാലും പള്ളികളിലായാലും
അസൂയയുടെ വിത്ത്. ഞാനൊരു ഗായക സംഘത്തെ പോയി കാണാനിടയായി. പള്ളിയിൽ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച് ജനത്തെ ആനന്ദ നിർവൃതിയിൽ ആരാധിക്കുന്ന ഗായക സംഘം തമ്മിൽ തല്ലാൻ എനിക്ക് വലുതാകണം. ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും മനുഷ്യനെ തകർത്തത് പാപമാണ്. ഈ പാപം നമ്മുടെ ഉള്ളിൽ കയറിയാൽ ആദമേ ഹവ്വയെ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയാകുമെന്ന് പറഞ്ഞിട്ട് നീ അതിൽ നിന്ന് തുടരുത്, അടുക്കരുത്, ചിരിക്കരുത്, ഭക്ഷിക്കരുത് എന്നുള്ള കല്ലേറ്റർക്കുന്ന കൽപ്പന അവർക്ക് കൊടുത്തത്. എന്നാൽ അവസരം പോലെ ഈശ്വരനെ തെറ്റിദ്ധരിപ്പിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി പിശാചിന്റെ സഹായത്തോടുകൂടി ഈ ഹവ്വ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലത്തിന്മേലുള്ള ബാൻ വിലക്ക് ലംഘിച്ച് ഇത് പറിച്ചു ഭക്ഷിച്ചു. അത് പറിച്ചു ഭക്ഷിച്ച ഉടനെ വൈദ്യുതി പോലെ ഒരു ശക്തി അവരുടെ ആപാദസ്ഥിതം വ്യാപിച്ച് ഉദ്ദാമ ഭയം, വേദന, സംഭ്രമം ആദിയായ ഭവിഷ്യൽ ഫലങ്ങളെ അവളിൽ മുളപ്പിച്ചു. മാത്രമല്ല അവളിൽ അന്നുവരെ ഇല്ലാതിരുന്ന ഒരു കാമത്തിന്റെ ആസക്തി ഹവ്വയിലേക്ക് പ്രവേശിച്ചുവെന്ന് ബൈബിളിൽ വായിക്കാം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണാം, അവരെ സ്വൈര്യമായി ജീവിച്ച വേളയിൽ ആദമും ഹവ്വയും ഇരുവരും നഗ്നരായിരുന്നു, നാണമില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ സെക്സ് അവർക്കില്ലായിരുന്നു. ഈ വിഷമ വൃത്തത്തിൽ ഇത് പറിച്ച് ഭക്ഷിപ്പിച്ച പിശാച് സന്തോഷത്തോടെ കൈയടിക്കുകയാണ്. ഇവര് രണ്ടുപേരും കൂടെ തോട്ടത്തിലേക്ക് ചെന്നു. ആദം ഇരിക്കപ്പുറതിയില്ല, ഹവ്വയ്ക്കും യാതൊരു സ്വസ്ഥതയുമില്ല. ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിലും ഭയങ്കരമായ ചങ്ങലയാണ് കാമത്തിന്റെ ചങ്ങല. വിഷസർപ്പം, ജലനിധി കുടിച്ചിടാം, ദഹനനെ നശിച്ചിടാം. മാനസത്തിന്റെ യമം ഒരു ഹൃദയമാകുന്ന വൃഷഭത്തെ സംയമിച്ച് നിർത്തുവാൻ അന്നും ഇന്നും മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല, ഇനിയൊട്ട് കഴിയാനും പോകുന്നില്ല. എന്ത് തെളിവ് വേണമെങ്കിലും ഞാൻ തരാം. ദിവസം തോറും നടക്കുന്ന ആത്മീയമായ അല്ലെങ്കിൽ ശാരീരികമായിരിക്കുന്ന കാമാസക്തി മൂലം ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ, കബന്ധങ്ങളും കപോലങ്ങളും ഇവിടെ അടിഞ്ഞു കിടക്കുകയാണ്. ഈ കടൽ തീരത്ത് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ വളരെയാണ് പ്രിയരെ. ഇതൊക്കെ ചികഞ്ഞു പഠിച്ചാൽ ഇന്ന് കോടതികളിലും പോലീസ് സ്റ്റേഷനിലും കെട്ടിക്കിടക്കുന്ന എഴുതിത്തള്ളപ്പെട്ട കേസുകൾ പരിശോധിച്ചാൽ മനുഷ്യരിൽ പിശാച് ചെലുത്തിയ കാമാഗ്നിയുടെ കാണാപ്പുറങ്ങൾ നമുക്ക് കാണാം. മനുഷ്യന് സാധിക്കത്തില്ല, കാലപ്പഴക്കം കൊണ്ടെല്ലാം മറന്നു പോകുന്നു. ലോകത്തിന്റെ സ്ഥിതി ഇന്നും അത് തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആദമിനും ഹവ്വയ്ക്കും ഈ ആഗ്രഹമുണ്ടായി എന്ന് പറയുന്നതിൽ എന്താണ് പ്രിയരെ തെറ്റ്? അവരിപ്പോൾ ഏദൻ തോട്ടത്തിന്റെ വാതിൽക്കൽ തൂങ്ങി നിൽക്കുകയാണ്. ദൈവത്തോട് പറയുകയാണ്, എനിക്ക് ഈ ഹവ്വയെ കല്യാണം കഴിച്ചു തരണം, എനിക്ക് അവളോട് ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടണം. ദൈവം അവരെ ആ ക്ഷണത്തിൽ ചില ഉപദേശങ്ങൾ കൊടുത്തു. ആദമേ, ഹവ്വ, ഒരു സ്ത്രീയെ നീ കാണുന്നു, ശരിയാണ്, ഞാൻ നിനക്ക് തക്ക തുണയാണ് തന്നിരിക്കുന്നത്, ഞാനൊരു ഭാര്യയെ നിനക്ക് തന്നില്ല. ഈ തക്ക തുണ നിന്റെ പെങ്ങളാണ്. ആ പെങ്ങളെ നിനക്ക് വിവഹിക്കണമെന്ന് പറഞ്ഞാൽ അത് മ്ലേച്ഛതയാണ് ലോക ചരിത്രത്തിൽ. അതിന് ഉദാഹരണം നമുക്കറിയാം. ദാവീദ് രാജാവിന്റെ കുടുംബത്തിൽ നടന്ന അമ്നോനിസം. അമ്നോന് താമാർ എന്ന് പറഞ്ഞൊരു പെങ്ങൾ ഉണ്ടായിരുന്നു. അവളെ വിവാഹം കഴിക്കുവാൻ അവൻ നടത്തിയ ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു കൊള്ളുക. ലോകത്തിലെങ്ങുമില്ലാത്തൊരു മ്ലേച്ഛതയ്ക്ക് വിധേയമാകുവാൻ അതുമൂലം ഇടയായി. ദാവീദ് ദൈവോധനം അറിയാവുന്നവനും മക്കളെ പഠിപ്പിച്ചവനുമായിരിക്കണം. എന്നാൽ ഈ വിവാഹം മ്ലേച്ഛതയാകയാൽ ദൈവത്തിന് അത് അനുവദിച്ചു കൊടുക്കുവാൻ സാധിച്ചില്ല. ഉടൻ തന്നെ പിശാചിനാൽ പ്രേരിതനായ ആദവും സ്വന്തം ഇഷ്ടത്താൽ വിവാഹിതരായി എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇതിന്റെ അർത്ഥം. സങ്കടത്തോടുകൂടി ദൈവം അവരെ ഇരുവരെയും തോട്ടത്തിന് പുറത്താക്കി, വാതിൽ കെട്ടിയടച്ചു കളഞ്ഞു. ജീവന്റെ വൃക്ഷം നിങ്ങൾ ഇനി തൊട്ടു പോകരുത്, അത് കായ്പാൻ അത് കാപ്പാൻ ചുറ്റിത്തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി ഭൂതന്മാരെ കാവലാക്കി ദൈവം ഇവരെ ഇരുവരെയും തോട്ടത്തിന് വെളിയിലേക്ക് പറഞ്ഞയച്ചു കളഞ്ഞു. അന്നു മുതൽ തുടങ്ങിയതാണ് പ്രിയരെ ലോകത്തിന് വിചാരം. ആരെ കൊണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും? നിങ്ങൾ ദിവസം തോറും പത്രത്തിലൊക്കെ വായിക്കുന്ന വാർത്ത കേട്ടാൽ, ഞാൻ കേട്ട് മടുത്തോണ്ട് എനിക്കറിയാം, ആര വാ തുറക്കുമ്പോൾ എന്താണ് അത് ആഗ്രഹിക്കുന്നതെന്ന് നമുക്കറിയാം. ലോകം വ്യഭിചാരത്തിന്റെ നീർച്ചുഴിയിൽ കൂപ്പുകുത്തി. ഇതാണ് പാപം എന്ന് പറയുന്നത്. പാപം വാട്ട് ഈസ് സിൻ എന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ തെളിയിച്ചതാണിത്. ഇതല്ലാതെ പാപത്തിന് കാരണം വേറെ ഒന്നുമില്ല. ഈ പാപത്തിന്റെ ചേറ്റുകണ്ടത്തിൽ കാണാൻ മനുഷ്യനാണ് ഇപ്പോൾ നിലവിളിക്കുന്നത്, അയ്യോ ഞാൻ ചെയ്യരുതാത്തത് ചെയ്തു പോയി, ദൈവമേ ഞാനല്ല, എന്റെ പിതാവായ ആദമാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് സേവ് മൈ സോൾ. ഞാൻ ടൈറ്റാനിക് താണപ്പോൾ സംഭവിച്ച അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ശബ്ദം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടാണ് പ്രസംഗിക്കാൻ തുടങ്ങിയത്. സേവ് അവർ സോൾ. ഏക മനുഷ്യനാൽ പാപവും, ആദമിനാൽ പാപത്താൽ മരണവും ഈ ലോകത്തിലുണ്ടായി എന്ന് ഇനി തെളിയിക്കുവാനായിട്ട് തെളിവുകളൊന്നും നമുക്ക് വേണ്ട. മുട്ടയെന്ന് വിരിയുന്ന കുഞ്ഞുങ്ങൾ പോലും ഇതിനടിമപ്പെട്ടായിരിക്കും. ശൈശവം തതോ ബാല്യം കൗമാരം താരുണ്യവും നാശമൂലകമായ വാർദ്ധക്യമെന്ന് അഭിജ്ഞന്മാരൊരു മനുഷ്യായുസിനെ തിരിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കേ, അപ്പനെയമ്മ ഒരു വഴി വെക്കത്തു പോലുമില്ല. അവർക്കൊരു മൊബൈൽ ഫോൺ വേണം, ഇല്ലെങ്കിൽ കൊലപാതകം. ഒരു പയ്യൻ മൊബൈൽ ഫോൺ കൊടുക്കാഞ്ഞതിന് അപ്പന്റെ പെരല് വെട്ടിക്കളഞ്ഞു. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. ഇനി നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെ ശുണ്ഠിപ്പെടുത്തരുത്. കഴിയുന്നതും പ്രാർത്ഥനയോടെ അവരുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട്, മകനെ മകളെ ഇങ്ങനെ നീ ഇത് ഉപയോഗിക്കണം, ഇന്നെല്ലാം കാണുമ്പോൾ നീ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് രക്ഷപ്പെടാനല്ലാതെ പ്രിയപ്പെട്ടവരെ എതിർക്കരുത്. എതിർത്താൽ രണ്ടിലൊന്ന് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയോടുകൂടി വളർത്തുക. മനുഷ്യന്റെ പാപം വളരെയും കിടപ്പുണ്ട്. അവസരം കിട്ടുമ്പോൾ അവര് അതിൽ വീഴും. വിദേശ രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ലജ്ജ തോന്നിയിട്ടുണ്ട്. അപ്പനും മകനും, അമ്മയും മകനും തമ്മിൽ വരുന്നു. ഞാൻ അടുത്ത ആളോട് പറഞ്ഞു, അവരുടെ വരവും പോക്കും കണ്ടിട്ട് ഒരു വശപ്രശ്നം തോന്നിക്കുന്നല്ലോ. ഉടനെ ആ കടക്കാരൻ സെയിൽസ്മെനിലെ മാനേജർ പറയാം, എന്റെ സാറേ അവര് ഇപ്പോൾ അമ്മയും മോനുമല്ല, ഭാര്യയും ഭർത്താവുമാണെന്ന്. അമ്മയെ കല്യാണം കഴിക്കുന്ന മക്കളോ. അപ്പന്റെ കാര്യം പറയാനും വേണ്ട. എനിക്കൊരു അമ്മച്ചി അറിയാം. ഓണ കുഞ്ഞിനെ നിർത്തിയിട്ട് ആ അമ്മ വെളിയിൽ പോകയില്ല. ഭയങ്കര പേടിയാണ്. സാറേ ഞാൻ വീട്ടിലോട്ട് പോകട്ടെ, അവിടെ അതിയാനുണ്ട്. ഞാൻ പറഞ്ഞു, എന്താണ് അമ്മച്ചി? അയ്യോ അതിയാൻ വലിയ വഷളനാണ്. പകൽ മാന്യന്മാരാണ് നമ്മളെല്ലാം. എന്നാൽ അടുത്ത രാത്രിയാകുമ്പോൾ നമ്മുടെ മൂട് വളമെല്ലാം പുറത്തോന്ന് താഴെ വീഴും. എന്തെല്ലാം കേസുകളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഈ പാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ യേശു കടന്നു വന്നു. പ്രസംഗം ഇച്ചിരി ദീർഘിച്ചു പോയെങ്കിൽ ഞാൻ പറയട്ടെ, യേശുവാണ് മനുഷ്യവർഗത്തിന്റെ കാമ പിശാചിനെ ഊച്ചുവിലങ്ങിട്ട് ബന്ധിച്ചത്. അന്ന് വരെയുള്ള മനുഷ്യന്റെ ജീവചരിത്രം എന്നും ഒരുപോലെ കാണുന്ന എല്ലാവരെയും ഭാര്യമാരാക്കി എടുക്കുക, എന്നിട്ട് തലാഖ് ചൊല്ലുക. ഞാൻ പറയട്ടെ, യേശു പറഞ്ഞു, ഒരുത്തനൊരു ഭാര്യയും ഒരുത്തിക്കൊരു ഭർത്താവും മതി. മാന്യന്മാരായ യഹൂദന്മാരുടെ മൂടുപടം അഴിഞ്ഞു വീണു വിറച്ചുപോയി. ഈശ്വരന്റെ ശാസന നേരിട്ടവരുടെ കർണപുടങ്ങളിൽ പതിച്ചപ്പോൾ അവരുടെ ശരീരം കത്തി ഉരുകി ചാമ്പലായി. അന്നാണ്
ദാമ്പത്യ ബന്ധം ഈ ലോകത്തിലുണ്ടായത്. ഭാര്യയെയും ഭർത്താവിനെയും ലോകത്തിൽ സമ്മാനിച്ചത് യേശുവാണ് പ്രിയരെ. ഇതാണ് സുവിശേഷം. ഇവിടെ നിങ്ങൾ ഒരു സ്ത്രീയുമായി പള്ളിയിൽ ബന്ധപ്പെട്ട് അവളുമായി അത് ഉഭയസമ്മതം ചെയ്ത് യൗവനത്തിന്റെ ഭാര്യയായി ഉടമ്പടി ചെയ്തോടുകൂടി ഉടമ്പടി ചെയ്താൽ പിന്നീട് അവളിൽ നിന്നും അവനിൽ നിന്നും പരസ്പരം മാറ്റമില്ലാതെ ജീവിക്കണം. അതാണ് ബൈബിളിന്റെ കാതലായ ഉപദേശം. അല്ലാതെ തെരുവിൽ മാറുന്നതെന്ന് കള്ളു കുടിക്കരുതെന്ന് പറയുന്നതല്ല. എന്റെ യേശു ഇച്ചിരി മദ്യം കഴിക്കുമായിരുന്നു. നല്ല സുന്ദരമായ മദ്യം യേശു ഉണ്ടാക്കി കല്യാണ വീട്ടിൽ വിളമ്പിയത് എനിക്കറിയാം. യേശു ഇപ്പോഴും പറയുകയാണ്, ഞാനിപ്പം കുടി നിർത്തിയിരിക്കുകയാണ്, സ്വല്പം വീഞ്ഞ് കഴിക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. ശിഷ്യന്മാരെ, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോവുകയാണ്. പോയിട്ടിനി നിങ്ങളോടുകൂടെ പന്തിയിരിപ്പാൻ മടങ്ങി വരുമ്പോൾ നമുക്ക് ഇച്ചിരി വീശാന്നാണ് യേശു പറഞ്ഞത്. നിങ്ങൾ പോയി കള്ളു കുടിക്കരുതെന്ന് പ്രസംഗിച്ചാൽ തല്ലുകൊള്ളും, അത് രാജ്യദ്രോഹമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. കണ്ടോ, മദ്യപാനി സ്വർഗരാജ്യം അവകാശമില്ല. അതൊക്കെ സാരോപദേശങ്ങളാണ്. ഇവിടെ MP മന്മഥൻ സാറാണ് ആദ്യമായി മദ്യവിരോധം, മദ്യവർജനം പ്രസംഗിച്ചത്. പിന്നെ ഗുരുസ്വാമി കള്ളു ചെത്തരുത്, മാറ്റരുത്, കുടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞത് ഗുരുസ്വാമിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസർ വൽ അസ്ഹാബു വൽ മദ്യപാനവും സാമ്പത്തിക ചൂതാട്ടവും ഇബ്ലീസിന്റെ ദുർബോധനങ്ങളാണ്. ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ച് രക്ഷപ്പെട്ട് വ്യഭിചാരത്തിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ട് ഭക്തിയോടെ പള്ളിഭക്തരായെങ്കിലും സന്തോഷത്തോടെ മനുഷ്യർക്കാർക്കും ഒരു ദ്രോഹവും ദോഷവും പറയാത്ത വിധത്തിൽ ജീവിക്കാൻ നിനക്ക് സാധിക്കണമെങ്കിൽ, നല്ലൊരു കുടുംബജീവിതം നിനക്ക് ലഭിക്കണമെങ്കിൽ വ്യഭിചാരത്തിനടിമയാകലെ ആകരുതെന്നാണ് ഈശോ പഠിപ്പിച്ചത്. പരസ്ത്രീ ഗമനം പാപമാണ്, പരപുരുഷ സംഭോഗം പാപമാണെന്ന് ലോകത്തോട് ഘട്ടം റൈറ്റായിട്ട് പ്രസ്താവിച്ചത് യേശു അല്ലാതെ മറ്റാരുമല്ല. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ നിന്ന് വെറുത്ത് ജീവിച്ചവരാണ്. സെക്സ് എനിക്കില്ല, കല്യാണം ആലോചിച്ചിട്ടില്ല, യേശു വിവാഹം കഴിപ്പിച്ചിട്ടില്ല, വിവാഹത്തിന് കൊടുത്തിട്ടുമില്ല. കാനാവിലെ കല്യാണ വീട്ടിൽ ചെന്ന് ആ സാധുവിന്റെ വീഞ്ഞ് തീർന്നപ്പോൾ ഇച്ചിരി വീഞ്ഞുണ്ടാക്കി കൊടുക്കുന്നല്ലാതെ യേശു മദ്യപാനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ദുർനടപ്പുണ്ടാകും പ്രിയരെ. നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ വയ്യാത്ത കാര്യം പറഞ്ഞറിയിക്കണ്ടല്ലോ. അവൻ മദ്യപിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ഭയങ്കര അപകടകരമാണ്. കത്തിയെടുത്തിട്ട് സ്വന്തം ഭാര്യയുടെ നെഞ്ചു നോക്കി കുത്തുന്ന മദ്യപാനി, നീ മാനസാന്തരപ്പെടടാ. നീ പള്ളിയിലെ കമ്മറ്റിക്കാരനാകും, നീ പള്ളിയിൽ അച്ഛനാകാൻ നിന്റെ മകനെ വിട്ട് ശരിയാണ്, നീ വലിയ പാസ്റ്റർ അപ്പനാണ്, നീ കള്ള് കാണുമ്പോൾ എന്താടാണ് നിനക്കിത്ര കുടി? മര്യാദക്ക് ജീവിപ്പാൻ യേശു ലോകത്തോട് കൽപ്പിച്ചത് ഞാനിപ്പോഴേ ഓർത്ത് നിങ്ങളോട് ഉപദേശിക്കുകയാണ്. ഞാൻ പറയുന്നത് രേഖാമൂലമാണ്, ദൈവപ്രമാണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എല്ലാ പ്രസംഗങ്ങളും ഇതിന് താഴെയുള്ള പേര്. അതുകൊണ്ട് എന്നെ കേട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ പാപം എന്താണെന്ന് തെളിയിച്ചു. സേവ് അവർ സോൾ, അതിനെക്കുറിച്ച് പറയണമെങ്കിൽ 2 മണിക്കൂർ വേറെ വേണം. വി ആർ നോട്ട് സിമ്പിൾ ബോഡി, വി ആർ സോൾസ്. നമ്മളെല്ലാം ദേഹികളാണ്, അനശ്വരമായി ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. ഇതുവരെ ലോകത്തിൽ ജനിച്ചിട്ടുള്ള മനുഷ്യവർഗം ആരും ഇല്ലാതെയായി പോകുന്നില്ല എന്നാണ് യേശു പഠിപ്പിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 20:30 വായിച്ചാൽ അറിയാം. അവൻ മരിച്ചവരുടെ ദൈവമല്ല, എല്ലാവരും അവന്റെ മുൻപിൽ എന്നും ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പരസ്യമായി പറഞ്ഞു. നമ്മുടെ ആദ്യ പിതാവായ ആദം മുതൽ ഇനി ഒടുവിലായി മരിച്ച മണ്ണടിയായുള്ള മനുഷ്യൻ വരെ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കി നമ്മളെ കാത്തിരിക്കുന്ന ഒരു യേശു തമ്പുരാനുണ്ട്. ആ കർത്താവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിക്കണം. അതിനുവേണ്ടിയാണ് ഞാനിവിടെ വന്ന് കണ്ടക്ഷോഭം ചെയ്തത്. എന്നെ ഈ കടപ്പുറത്തുള്ള പ്രിയപ്പെട്ട കടക്കാർക്കെല്ലാം അറിയാം.
ഞാനൊരു ലേബർ ഓഫീസറായി റിട്ടയർ ചെയ്ത ആളാണ്. എനിക്ക് വേറെ ജോലിയൊക്കെ ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിന് പോയില്ല. ഈ സത്യം യേശു നമ്മളെ പഠിപ്പിച്ചു. ഇത് പട്ടക്കാര് പഠിപ്പിക്കത്തില്ല, പാസ്റ്റർ പഠിപ്പിക്കത്തില്ല. വാട്ട് ഈസ് സിൻ? അതാണ് ദൈവം എനിക്ക് തന്ന വെളിപ്പാട്. ഇതിന് മാറുപാടായി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പറിലോ എന്നെ വിളിച്ച് പറയണം. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് പ്രായച്ചിത്തവും ഞാൻ ചെയ്തു കൊള്ളാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും സവിശേഷമായ ശ്രദ്ധയെ നിങ്ങളോട് ഞാൻ ക്ഷണിക്കട്ടെ. നിങ്ങളുടെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കും. അവന്റെ അടിപ്പിണരുകളാൽ എന്നെ വചനം കേട്ട പ്രിയപ്പെട്ടവരെ, മാറാ രോഗികളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്റെ അടുക്കൽ വന്ന സകല രോഗികളെ സൗഖ്യമാക്കും. അവരോട് 5 പൈസ പോലും വാങ്ങിയില്ല. ആകയാൽ എന്നെ കേട്ട പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, എന്തെങ്കിലും രോഗം നിങ്ങളെ അലട്ടുന്നുണ്ടോ? വൈദ്യന്റെ പണം പിടുങ്ങുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒന്ന് പരീക്ഷിച്ചുകൂടെ? യേശു സൗഖ്യദാതാവാണ്, നമ്മുടെ സൃഷ്ടാവാണ്. അവനോട് ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. കർത്താവെ, ചില സമയത്തോളം ഞങ്ങൾ ഇരുവരും ഒന്ന് പ്രാർത്ഥിച്ചു, നിന്നെ സ്തുതിച്ചു, പ്രസംഗിച്ചു. ഞങ്ങൾ രണ്ടുപേരും ലോകരക്ഷകനായ യേശുവിനെ, അവന്റെ പിതാവായ ദൈവത്തെ ഓർക്കുന്നത് തന്നെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരെങ്കിലും രോഗികളായി കഷ്ടപ്പെടുന്നുണ്ടോ? നിരാശാപൂർണരായി ജീവിതം നയിക്കുന്നുണ്ടോ? അറിയുന്നില്ല കർത്താവേ. പലവിധ ഭാരങ്ങൾ വഹിക്കുന്നവരാണ് സാധുക്കളായ മനുഷ്യവർഗം. ഞങ്ങളെ കബളിപ്പിക്കാൻ പല പിശാചിക തന്ത്രങ്ങളും ഞങ്ങളുടെ മുന്നിൽ വന്നുവെന്ന് വന്നേക്കാം. എങ്കിലും അതിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ. എന്നെ കേട്ട പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ സ്വർഗഭൂമികൾക്ക് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ഫലിച്ച് പ്രാർത്ഥിക്കുന്നു. പരിപൂർണ സൗഖ്യം അവർക്ക് ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ഇപ്പോൾ നിങ്ങൾക്ക് പ്രിയ പണിക്കൻ സാറ് ഒരു പാട്ടുപാടി കേൾപ്പിക്കും. അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകാം. ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.